ചേലക്കര തോൽവി നേതാക്കളും കോൺഗ്രസ് നേതൃത്വവും ചോദിച്ചു വാങ്ങിയ അടിയാണെന്ന് കോൺഗ്രസ് പ്രാദേശിക നേതാക്കൾ പോലും വിമർശിക്കുന്നു. ചേലക്കര കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ വാട്സാപ്പ് ഗ്രൂപ്പിലാണ് കടുത്ത വിമർശനവും തർക്കവുമൊക്കെ ഉയർന്നിരിക്കുന്നത്. രമ്യ ഹരിദാസിന്റെ സ്ഥാനാർത്ഥിത്വത്തിനെതിരെ ആദ്യം തന്നെ പ്രാദേശിക നേതാക്കൾ രംഗത്ത് വന്നിരുന്നു. തോൽവി കൂടി ഉണ്ടായ പശ്ചാത്തലത്തിലാണ് ഇത് രൂക്ഷമായിരിക്കുന്നത്. സുനിൽ അരുമാനൂർ വിവരങ്ങളുമായി ചേരുന്നു. ചേലക്കര ഉപതെരഞ്ഞെടുപ്പിൽ UDF-നേറ്റ കനത്ത പരാജയമാണ് ഇപ്പോൾ മണ്ഡലത്തിൽ ചർച്ചാ വിഷയമായി മാറിയിരിക്കുന്നത്. കോൺഗ്രസ് താഴെത്തട്ടിലുള്ള പ്രവർത്തകർ വാട്സാപ്പ് കൂട്ടായ്മയിലൂടെ കോൺഗ്രസിന്റെ നിലപാടിനെതിരെ ശക്തമായ വിമർശനവുമായിട്ടാണ് രംഗത്തെത്തിയിരിക്കുന്നത്. സ്ഥാനാർത്ഥി നിർണയത്തിലെ അപാകതയാണ് പ്രധാനമായും ഇവർ ചൂണ്ടിക്കാട്ടുന്നത്. മണ്ഡലം ബ്ലോക്ക് കമ്മിറ്റികൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്ന കോൺഗ്രസ് നേതാക്കൾ രൂപീകരിച്ച വാട്സാപ്പ് കൂട്ടായ്മയിലാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിനെതിരെ രൂക്ഷമായിട്ടുള്ള വിമർശനവും ആക്ഷേപവും ഒക്കെ ഉന്നയിക്കുന്നത്. അതായത് ഈ സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ് എന്ന് പറയുന്ന സ്ഥാനാർത്ഥി ഈ മണ്ഡലത്തിലേക്ക് കൊണ്ടുവന്നത് യാതൊരു തരത്തിൽ ഗുണം ചെയ്തില്ല എന്നുള്ളതാണ് ഈ കൂട്ടായ്മയിലൂടെ പ്രവർത്തകർ പറയുന്നത്. രമ്യ ഹരിദാസ് MP ആയിരിക്കുമ്പോൾ ആലത്തൂർ MP ആയിരുന്ന 5 വർഷത്തിൽ മണ്ഡലത്തിൽ തിരിഞ്ഞു നോക്കിയിട്ടില്ല. മണ്ഡലത്തിലെ ഒരു പ്രവർത്തനത്തിലും ഇവർ പങ്കാളിയുമായിട്ടില്ല. MP ഫണ്ടിൽ നിന്ന് തുക അനുവദിക്കുന്ന അടക്കമുള്ള കാര്യങ്ങളിൽ പോലും കോൺഗ്രസ് നേതൃത്വത്തെ അവഗണിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത്. കോൺഗ്രസ് പ്രവർത്തകർ പറയുന്ന കാര്യം പോലും കേൾക്കാനോ അവരെ പറയുന്ന പരിപാടികളിൽ പോലും പങ്കെടുക്കാനോ രമ്യ ഹരിദാസ് തയ്യാറായിട്ടില്ല എന്ന ആക്ഷേപവും ഈ വാട്സാപ്പ് കൂട്ടായ്മയിലൂടെ ഉന്നയിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് രമ്യ ഹരിദാസ് സ്ഥാനാർത്ഥി ആയതുകൊണ്ട് മാത്രമാണ് കോൺഗ്രസ് നേതൃത്വം ചേലക്കരയിൽ പരാജയപ്പെട്ടത് എന്നാണ് ഇവർ ഉന്നയിക്കുന്നത്. കോൺഗ്രസ് നേതൃത്വത്തിന് ഈ സ്ഥാനാർത്ഥി അല്ലാതെ രമ്യ ഹരിദാസിനെ നിർത്തിയതിലൂടെ കോൺഗ്രസ് നേതൃത്വം അടി വാങ്ങുകയായിരുന്നു, ചോദിച്ച് അടി വാങ്ങുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഇത് നേതാക്കൾ ഇനിയെങ്കിലും ചിന്തിച്ച് ഇക്കാര്യത്തിൽ നടപടി സ്വീകരിക്കാൻ തയ്യാറാകണം. രമ്യ ഹരിദാസിനെ പോലെയുള്ളൊരു നേതാവിനെ ഇവിടെ എങ്ങനെയാണ് തെരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ മണ്ഡലത്തിൽ പ്രവർത്തിക്കേണ്ടത് എന്നുള്ളത് സംബന്ധിച്ച് പാർട്ടി പ്രത്യേകമായ ചില കാര്യങ്ങൾ പഠിപ്പിച്ച് അതിനുശേഷം മറ്റെവിടെയെങ്കിലും പരീക്ഷിക്കുവാൻ തയ്യാറാകണം എന്നുള്ളതാണ് ഇവർ മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശമായി ഈ വാട്സാപ്പ് കൂട്ടായ്മയിലൂടെ പുറത്തു വരുന്നത്. ഇതിന് എതിരായി വലിയ രീതിയിലുള്ള വിമർശനം പല കോണുകളിൽ നിന്ന്, അതായത് സ്ഥാനാർത്ഥിക്കെതിരായി തന്നെ പല വിമർശനങ്ങൾ നേരത്തെയും ഉയർന്നിരുന്നു. പക്ഷേ അതൊന്നും കോൺഗ്രസ് നേതൃത്വം DCCയോ KPCCയോ അത് മുഖവിലേക്ക് എടുക്കുകയോ അതിനനുസരിച്ചുള്ള നിലപാടുകളോ സ്വീകരിച്ചിട്ടില്ല. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട വിമർശനം ഇപ്പോൾ ഉയർന്നു വരുന്നത് കോൺഗ്രസിന്റെ നേതാക്കൾ സജീവമായി മണ്ഡലത്തിൽ പ്രവർത്തിച്ചില്ല എന്നുള്ളതും ഈ സ്ഥാനാർത്ഥി വന്നപ്പോൾ തന്നെ വരും കാര്യങ്ങളെല്ലാം തന്നെ തങ്ങൾ പറഞ്ഞിരുന്നതാണ് എന്നുമാണ് ഇപ്പോൾ ഈ കോൺഗ്രസ് പ്രാദേശിക തലത്തിൽ ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട തർക്ക വിഷയമായി വരുന്നത്. ഇതിന് മറുപടിയായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞത് പാലക്കാട് പ്രവർത്തിച്ചതുപോലെ തന്നെയാണ് ചേലക്കരയിലും പ്രവർത്തിച്ചിട്ടുള്ളത്. പക്ഷേ ചേലക്കരയിൽ എന്തുകൊണ്ട് പരാജയം വന്നു എന്നുള്ളത് സംബന്ധിച്ച് വിശദമായിട്ടുള്ള പരിശോധന നടത്തും എന്നാണ് പറഞ്ഞത്. സ്ഥാനാർത്ഥി മോശമായി പോയി എന്നുള്ളൊരു അഭിപ്രായം ഇല്ല എന്നും അദ്ദേഹം പറയുകയുണ്ടായി. പക്ഷേ നേരത്തെ ആദ്യഘട്ടത്തിൽ VD സതീശൻ ഇത്തരത്തിലല്ല പ്രതികരിച്ചിരുന്നത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത എന്ന് പറയുന്നത്. യാഥാർത്ഥ്യത്തിലേക്ക് കണ്ണോടിച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ചേലക്കരയിൽ കോൺഗ്രസ് നേതൃത്വം ശക്തമായ അമർഷം രേഖപ്പെടുത്തിക്കൊണ്ട് തന്നെ പിന്നാക്കം പോയിരുന്നു എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ചേലക്കരയിൽ കോൺഗ്രസിന് ഈ ദയനീയ പരാജയം നേരിടേണ്ടി വന്നത്. ഈ 2 പരാജയങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് കോൺഗ്രസ് പുനർചിന്തനം നടത്തണമെന്നും കോൺഗ്രസ് KPCC നേതൃത്വമായാലും DCC നേതൃത്വമായാലും ഈ വിഷയത്തിൽ ഇനിയെങ്കിലും, അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനേറ്റ പരാജയവും അതിനുശേഷം ഇപ്പോൾ ഇതാ ചേലക്കരയിൽ രമ്യ നിർത്തിയപ്പോൾ വീണ്ടും പരാജയം ഏറ്റുവാങ്ങിയതും കോൺഗ്രസ് കൃത്യമായി പുനർചിന്തനം നടത്തി കാര്യങ്ങൾ കൃത്യമായി ചർച്ച ചെയ്ത് തീരുമാനങ്ങളിലേക്ക് പോകണം എന്നുള്ള ഉപദേശവും ഈ വാട്സാപ്പ് കൂട്ടായ്മയിലൂടെ പ്രവർത്തകർ മുന്നോട്ട് വയ്ക്കുകയാണ്. ശരി, സുനിൽ അരുമാനൂരാണ് വിവരങ്ങൾ നൽകിയത്.